മാമ നമ്മളെപ്പോഴും അങ്ങോട്ട് പോവാ. എന്റെ അമ്മേനെ കാണണം. അച്ഛൻ്റെ കല്ലാതി അവര് കേൾക്കും. ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റേഡിയോ. ഇതിന്റെ സിഗ്നൽ വഴിയാണ് നമ്മൾ അർജുനായിട്ട് സംസാരിച്ചത്. അർജുൻ നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷിക്കും. മോൻ പേടിക്കണ്ട കേട്ടോ. ഇത് തന്നെയാണ് റെഡ് ഐഡന്റിറ്റീസ്. നീ ഇതിനെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്. നമ്മളൊന്നും കൂട്ടിയെ കൂടുന്ന സാധനം അല്ല ഇത്. പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ? നീ തന്നെയല്ലേ എന്ന് പറഞ്ഞത് പോലീസിനൊന്നും വിളിക്കണ്ട, നമുക്ക് സയൻസ് കൊണ്ട് ആദ്യനെ കൊണ്ടുവരാന്നൊക്കെ. എന്നിട്ടിപ്പോ അയ്യോ, അർജുൻ ആ തോട്ടത്തിലോട്ടല്ലേ പോയതിപ്പോ? ആ അതെ. എടി നീ വേഗം മാമനെ വിളിച്ച് തിരിച്ചു വരാൻ പറ. അവിടെ നിൽക്കുന്ന ഒരു നിമിഷം റിസ്ക് ആണ്. പരിധിക്ക് പുറത്ത്. എടി ഇത് കവറേജ് ഇല്ലാത്ത ആയിരിക്കൂല. പിന്നെ അന്ന് അമ്മയും അർജുമാമനും കൂടെ ആദ്യം അച്ഛന്റെ ഫോണിലേക്ക് വിളിക്കാൻ നോക്കിണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഞാൻ മാമന്റെ ഫോണിൽ നെറ്റ്വർക്ക് ഡിസേബിൾ ചെയ്ത് വെച്ചു. പിന്നെ അത് മാറ്റാനും മറന്നുപോയി. എന്നിട്ട് ഇത്രയും നേരം നീ എന്താ പറയാതിരുന്നേ? എടി ഞാൻ അതന്നത്തെ ആ ടെൻഷൻ ഇടയിൽ മറന്നുപോയതാ. മാമനെ നമ്മളിങ്ങനെ കോണ്ടാക്ട് ചെയ്യാ? ആരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം പറയണേ? അത് അമ്മ അർജുമാമന് എവിടെയോ പോയേക്കാ. അപ്പൊ വിളിച്ചിട്ട് കിട്ടണില്ല, കവറേജ് ഇല്ല. കവറേജ് ഇല്ലാതിരിക്കാൻ ചേട്ടൻ എന്താ കാട്ടിലോട്ടാണോ പോയത്? അല്ല, ഞാൻ ചോദിക്കണമെന്ന് വെച്ചിരിക്കുന്നു, സത്യത്തിൽ നിങ്ങക്ക് ഇവിടെ എന്താ പരിപാടി? കുറച്ചു ദിവസമായല്ലോ മാമനും മക്കളും റേഡിയോയുടെ പുറകെ. അത് മാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പ്രൈവറ്റ് റേഡിയോ സ്റ്റേഷന്റെ കാര്യം? അതിലാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങള്. അതെ, റേഡിയോ സ്റ്റേഷനെ പറ്റി ഞങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് പഠിക്കാലോ, അതുകൊണ്ട് കൂടിയതാ മാമന്റെ കൂടെ. എന്നിട്ട് എന്തായി സ്റ്റേഷൻ? തുടങ്ങിയോ? ഓൾമോസ്റ്റ്. അതിന്റെ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി മാമൻ വിളിക്കാൻ ട്രൈ ചെയ്തോണ്ടിരുന്നപ്പോഴാ ആന്റി വന്നേ. അതെ അതെ. ആ, വിളിച്ചിട്ട് കിട്ടാത്ത കാര്യം പറഞ്ഞപ്പോഴാ. പ്രവിച്ചേട്ടനെ വിളിച്ചിട്ട് ഇതുവരെ കിട്ടിയില്ലല്ലോ. അതവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തോണ്ടായിരിക്കും, വെറുതെ വിളിക്കണ്ട. മൂകാംബികയിൽ ഞാനും പോയിട്ടുള്ളതല്ലേ, അവിടെ അത്ര നെറ്റ്വർക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനേ അപ്പാപ്പീനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ചിലപ്പോ അവർ അപ്പാപ്പീനെ വിളിച്ചിട്ടുണ്ടാവും. എന്തോ പെട്ടെന്ന് വയറുവേദന. അറിയില്ല, രാവിലെ മുതലുണ്ട്. രാവിലത്തെ കഞ്ഞി കുടിച്ചോണ്ടാന്ന് തോന്നണേ. എല്ലാരും ആ കഞ്ഞി തന്നെയല്ലേ കുടിച്ചത്, പിന്നിപ്പോ എന്താ? നീ മോളെ ഒന്ന് തിരുമ്മി കൊടുത്തേ, ഞാൻ ഇഞ്ചി നീരുണ്ടാകട്ടെ. എന്താ ചേച്ചി പറ്റിയത്? പെട്ടെന്ന് എന്തൊരു വയറുവേദന? ദേവു ചേച്ചി, ആന്റീന്റെ ഫോണിൽ നിന്ന് പെട്ടെന്ന് അച്ഛൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്യും. ചേച്ചിന്റെ അഭിനയം കലക്കി. ഇഞ്ചിനീര് കുടിക്കേണ്ടി വരുമോ? ഓ, അങ്ങനത്തെ ഒരു ടാസ്ക് ഉണ്ടല്ലേ.
അതിനു കൂടെ ഉള്ളൊരു വഴി കണ്ടുപിടിക്കും. എഞ്ചിനീയർ പക്ഷെ വേറെ നല്ലതാ, പിടിച്ചാലും കുഴപ്പമില്ല. അല്ല സത്യമായിട്ട് നല്ലതാ. എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത് കേട്ടോ. അനു വാ, ദാ ഈ എഞ്ചിനീയർ വന്ന് കുടിച്ചേ. ഇതല്ലേ ഡോക്ടർ സക്രിയയുടെ വീട്? ആരാ? എന്താ? ഇവിടെ ഒന്നുമില്ല, നിങ്ങൾ പൊക്കോ. ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. എനിക്കൊരു കാര്യം അറിയില്ല. എന്റെ ഫാദർ മരിച്ചു പോയതാ. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഞാൻ പോലീസിനെ ഞാൻ വിളിക്കും. സാർ എന്തിനാ പേടിക്കുന്ന എനിക്കറിയില്ല. ഞാൻ ഒരു രീതിയിലും സാറിനെ ഉപദ്രവിക്കാൻ വന്നല്ല. എനിക്ക് വേണ്ടത് സാറിന്റെ സഹായമാണ്. ഞാൻ എന്ത് സഹായം ചെയ്യാനാ? സഹായിക്കാനും മാത്രമേ എന്റെ കയ്യിലൊന്നുമില്ല. എനിക്കൊന്നും അറിയത്തുമില്ല. ഞാനിപ്പോ വരുന്നത് കാറ്റാടിപ്പാറയാണ്. എന്റെ ചേട്ടന്മാര് 2 ദിവസം മുമ്പ് ആ പാറപ്പുറത്ത് കാണാതായി. എൻ്റെ അപ്പന് പ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ടെക്നോളജി എൻ്റെ അപ്പ അന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ ആളുകൾ എൻ്റെ അപ്പനെ പ്രാന്താന്നാണ് വിളിച്ചത്. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ അപ്പൻ ഒരു രഹസ്യം കണ്ടെത്തിയിരുന്നു. നമ്മുടെ ഈ ലോകത്തിന് സമാന്തരമായ മറ്റൊരു ലോകം, അങ്ങോട്ട് കടക്കാനുള്ള പോർട്ടൽ ഉണ്ടാക്കുന്ന ശ്രമത്തിൽ അച്ഛനും ആ ലാബും എല്ലാം നാമാവശേഷമായി. ആ ചുമന്ന പാറ നിൽക്കുന്ന ഭാഗത്തായിരുന്നു ആ ലാബ്? അതെ. ഈ ഭൂമിക്കപ്പുറത്തെ ആ ലോകത്ത് നമ്മൾ മനുഷ്യർക്കൊന്നും നേരിടാൻ പറ്റാത്ത മറ്റു ചിലരുണ്ട്. കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. എനിക്ക് എൻ്റെ ആദ്യമോനെ തിരിച്ചെടുക്കണം. അവനെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ട് സാർ? ഇതെൻ്റെ അപ്പൻ അന്നുണ്ടാക്കിയൊരു ഡിവൈസാ. ഇതൊരു സാധാരണ റേഡിയോ സിഗ്നലുമായി കണക്ട് ചെയ്ത് ആ സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവനുമായിട്ട് സംസാരിക്കാൻ സാധിക്കും. ഇത് കണക്ട് ചെയ്യുന്ന രീതി അപ്പൻ ഇതിൽ വരച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറെ കൊണ്ടങ്ങ് ചെയ്യിച്ചാൽ മതി. ഇതെനിക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ റേഡിയോ സിഗ്നൽ വഴി 2 തവണ ഞാൻ അവിടെ സംസാരിച്ച് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ 30 സെക്കൻഡിന് മുകളിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കാര്യങ്ങൾ ഈസിയായി. നിങ്ങൾക്ക് ഈ ഡിവൈസ് വഴി 150 സെക്കൻഡ് തുടർച്ചയായി സംസാരിക്കാൻ സാധിക്കും. പക്ഷേ 150 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിന്റെ പവർ ഓഫ് ആക്കണം. പിന്നെ 1 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് സംസാരിക്കാം. വലിയ ഉപകാരം സാർ. ഞാൻ എന്തായാലും ശ്രമിച്ചു നോക്കട്ടെ. പിന്നെ ഇത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇതിന്റെ സിഗ്നൽ ചിലപ്പോൾ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ശ്രദ്ധിച്ചോളാം സാർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. താങ്ക് യു. മതി ആന്റി. കുറച്ചുകൂടെ കുടിച്ചോ? വേണ്ട. എന്നാ കുറച്ചു നേരം കിടന്നോ. ദിയമോളെ, നീ ചേച്ചീൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ. കുട്ടിച്ചേട്ടൻ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ എൻ്റെ റേഡിയോയുടെ ഒരു സാധനം വേണ്ടി പോയി പോയതാ. ഇന്നലെ വോൾട്ടേജ് കൂടി കത്തിപ്പോയില്ലേ? അതെ. ചേട്ടൻ മൂകാംബിക പോയവരെ വല്ല വിവരവും കിട്ടിയോ? ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പാപ്പിനെ വിളിക്കാൻ നോക്കുമ്പോ നമ്പറും കാണുന്നില്ല. ചേട്ടനൊന്ന് വിളിച്ചു നോക്കിക്കേ. ആ, ഞാനത് പറയാൻ മറന്നതാ. പ്രവിചേട്ടൻ എന്നെ വിളിച്ചിരുന്നു. നിന്നെ വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ ഫോണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്റെ ഫോണിൽ പ്രശ്നമൊന്നുമില്ല. ഓ, ഇപ്പഴാ ഒരു സമാധാനമായത്. വിളിച്ചിട്ട് കിട്ടാത്തപ്പോഴേ ഞാനങ്ങ് പേടിച്ചു പോയി. നിന്റെ ഫോണിന് എന്തെങ്കിലും കുഴപ്പം കാണും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അല്ല, ദേവു അതീന എവിടെ? അവര് ചേട്ടന്റെ റേഡിയോന്റെ അടുത്തുനിന്ന് മാറിയിട്ടില്ല. മാമൻ എന്തോ പണി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യാണോ? അതെ, ഞാൻ പറഞ്ഞിട്ടാ.
മാമ എവിടെയായിരുന്നു ഇത്രയും നേരം? എനിക്ക് ആ കാറ്റാടി പറയുന്ന ചെറിയൊരു ക്ലൂ കിട്ടി. അതും തേടി പിടിച്ച് പോയി അങ്ങനെ സയൻസിന്റെ വീട് കണ്ടുപിടിച്ചു. ഇത് അയാളുടെ മകൻ തന്ന. ഇത് വെച്ച് ആദ്യമായിട്ട് നമുക്ക് കുറെ നേരം സംസാരിക്കാൻ പറ്റും. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. അല്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഡെവലപ്മെന്റ്സ്? ആ ഉണ്ട്. ദാ മാമന് ഇത് നോക്ക്. ആദ്യന്റെ ക്യാമറ റിക്കവർ ചെയ്തപ്പോ കിട്ടിയതാ. ഇതാണ് ആ പാരലൽ വേൾഡിലെ റെഡ് ഐഡന്റിറ്റീസ്. അപ്പോ അവർക്ക് നമ്മളെ ലോകത്തിൽ കടക്കാൻ പറ്റും അല്ലേ? ഇനി നമുക്ക് കളയാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ കണക്ട് ചെയ്യണം. ലാപ്ടോപ്പ് മതി. അല്ല, അനുവിടെ അവിടെ കരച്ചിലൊക്കെ മാറിയോ? ആ ഏറെക്കുറെ. അവരോട് രണ്ടുപേരോടും പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനു വയറുവേദന അഭിനയിച്ച് കിടക്കുക. അതേതായാലും നന്നായി. എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ വയറ് ഇതുമായിട്ട് കണ്ടേ. എല്ലാം ടേപ്പ് ചെയ്ത് വെച്ചോ. നിങ്ങൾ കുറച്ച് മാറിയെന്നോ? ഞാൻ അത് ഓൺ ചെയ്യാൻ പോവാ. അത് കുഴപ്പമില്ല മാമ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അത് കുഴപ്പമുണ്ട്. ഇതങ്ങനെ പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉണ്ണിമോട് ഞാൻ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് ചെല്. ഹലോ, ആ സജി കേക്കാം. ഞാൻ അർജുൻ. അർജുൻ നീ പറഞ്ഞ കേക്കാം. ഞങ്ങളിപ്പോ തൽക്കാലം സേഫാണ്. പക്ഷേ സജി, അവിടെ എന്താണ് നടക്കുന്നത്? ആ പോർട്ടലിന്റെ അടുത്ത് തന്നെയാണ് നിങ്ങളുള്ളത്. അല്ല, ഞങ്ങൾ കുറെ ഉള്ളിലാ. ഇവിടെ കുറെ ചുവന്ന ജീവികൾ മാത്രമേ ഉള്ളൂ. ആ പോർട്ടലിന്റെ അതുവരെ കാവലുണ്ടവര്. ഞങ്ങൾക്ക് അവർക്കൊന്നും എത്തിപ്പെടാൻ പറ്റുന്നില്ല. ആ പോർട്ടൽ എങ്ങനെയാണ് ഓപ്പൺ ആക്കണമെന്ന് സജി കണ്ടിട്ടുണ്ടോ? ഒരു തവണ മാത്രം ഞാൻ കണ്ടു. ഒരു കോപ്പർ കളർ റിങ്. ആ റിങ് ഉപയോഗിച്ച് ആ പാറയുടെ മുകളിൽ ഒരു പാടുണ്ട്. ആ പാടിൽ വെച്ചപ്പോഴാണ് തുറന്നത്. വേറെ കീ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അവര്? ഇല്ല, അത് കണ്ടിട്ടില്ല. പക്ഷേ ആ കോപ്പറിന്റെ നടുക്കേ ഒരു കുടലച്ചിനെ പോലെ ഒരു സാധനം കണ്ടു. പക്ഷെ എന്താന്ന് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എനിക്ക് എന്റെ അമ്മേനെ കാണണം. ആദി പേടിക്കണ്ട, നീ നീ മാമ രക്ഷിക്കോടാ. അർജു, എനിക്ക് തോന്നുന്നത് ആ കോപ്പറാണ് ആ പോർട്ടലിന്റെ താക്കോല്. അത് കിട്ടിയാൽ മാത്രമേ അത് നിങ്ങൾക്ക് അത് തുറക്കാൻ പറ്റുള്ളൂ.
അവനെ പുറകില് ആദ്യം ആരും വിടരുത്, അവിടെ എന്തോ പ്രശ്നം നടക്കണ്ടേ. ഹലോ ഹലോ സജി എന്ത് പറ്റി? ഹലോ ഹലോ ശ്ശേ. ആദിക്കും സജിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ ചോന്ന ചെറുത്തമാരവരെ